അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സീദി റസൂലില്ലാഹ്. പുണ്യ റജബിലെ മൂന്നാമത്തെ രാവും പകലും ഒക്കെ നമ്മിലേക്ക് കടന്നു വരികയാണ് അല്ലേ. ഇതിലപ്പുറം എന്തൊരു ഭാഗ്യമാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു ഈ റജബിൽ ഇതുപോലൊരു മജ്ലിസിൽ പങ്കെടുക്കാൻ നമുക്ക് തൗഫീക്ക് തന്നില്ലേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റജബിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന ആ പ്രാർത്ഥന മനസ്സറിഞ്ഞൊരു 3 തവണ ചൊല്ലിക്ക്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. പടച്ചവനെ, റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. റമളാനിന് മുൻപ് ഞങ്ങളെ റൂഹ് നീ പിടിക്കല്ലേ അല്ലാ. റമളാൻ നമുക്ക് കിട്ടണം അല്ലേ, വേണ്ടതുപോലെ കിട്ടണം. അള്ളാഹു അങ്ങനെ മനസ്സറിഞ്ഞു തരക്കട്ടെ, അള്ളാഹു അങ്ങനെ ആക്കിത്തരുമാറാകട്ടെ. ഏതായാലും റജബിലെ ഓരോ രാവും പകലും പ്രാർത്ഥനക്കുത്തരമുള്ള നിമിഷങ്ങളാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള നിമിഷങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളോട്, എന്താ അള്ളാഹിനോട് ചോദിക്കേണ്ടത്? അവനെ തന്നെയാണ് അല്ലേ. എനിക്കാര് മാത്രമേ ഉള്ളൂ, എനിക്കാരേ ഉള്ളൂ, അള്ളാഹുവേ ഉള്ളൂ. ബാക്കിയൊക്കെ അവൻ തന്നതാണ്. എനിക്കാരെ വേണം? എനിക്ക് അള്ളാനെ വേണം. ആ ബോധ്യത്തിൽ ഒരു 33 ദിക്ർ ചൊല്ലിക്ക്. അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. യാ റബ്ബനാ, നീയല്ലാതെ ഞങ്ങൾക്കൊരത്താണിയില്ല അല്ലാഹ്. നിന്നെ സ്നേഹിക്കാൻ, നിന്നെ പ്രണയിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ കൈപിടിക്കുന്ന 2 ആയത്തുകളുണ്ട് അല്ലേ. സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ, ലഖദ് ജാഅക്കും എന്ന് തുടങ്ങുന്ന ആ മനോഹരമായ ആയത്തുകൾ കുറച്ച് തവണ നമുക്കൊന്ന് പാരായണം ചെയ്യാം. മനസ്സറിഞ്ഞുകൊണ്ട് ഓതണം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم
فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم الحمد لله رب العالمين പടച്ചവനെ, ഞങ്ങൾ ഈ പാരായണം ചെയ്ത ഈ 2 ആയത്തുകളുടെ ബറക്കത്ത് കൊണ്ട് നിന്റെ മഹത്തുക്കൾ പഠിപ്പിച്ച ആ പ്രതിഫലങ്ങളെല്ലാം നേടിയെടുക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ തമ്പുരാനെ. നമ്മുടെ ഈമാൻ അള്ളാഹു തന്ന വല്ലാത്തൊരു സമ്മാനമാണ് അല്ലേ? ആ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ചിലപ്പോഴൊക്കെ ബിദ്അത്തിലേക്ക്, പുത്തൻവാദങ്ങളിലേക്ക്, അല്ലെങ്കിൽ യുക്തിവാദങ്ങളിലേക്കൊക്കെ നമ്മൾ പെട്ടുപോകും നിരന്തരം അവരുടെ പ്രസംഗങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഒരിക്കലും യുക്തിവാദിയുടെയോ പുത്തൻവാദിയുടെയോ പ്രസംഗങ്ങൾ കേൾക്കാൻ പാടില്ല. അത് ഈമാൻ തെറ്റിച്ചു കളയും. അപ്പോൾ നമ്മുടെ ഈമാൻ തെറ്റിപ്പോകാതിരിക്കാനായിട്ട് മനോഹരമായ പ്രാർത്ഥന മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. മനസ്സറിഞ്ഞൊന്ന് ചൊല്ലിക്ക്. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ തമ്പുരാനെ, സബ്ബിത്ത് ഖൽബി അലാ ദീനിക്, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൻ്റെ മേൽ അടിയുറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. മനസ്സറിഞ്ഞു ചൊല്ലാം. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, 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 യാ അർഹമർ റഹീമീൻ.
പലരും പറയുന്നൊരു സങ്കടമാണ്, ഉസ്താദേ ഒന്ന് പോസിറ്റീവ് മൈൻഡ് ആകണം, ക്ഷമിക്കാൻ പറ്റണില്ല എന്ന്, ജീവിതത്തിൽ ക്ഷമ കിട്ടണില്ല. അതിനും അള്ളാഹു ഖുർആനിലൂടെ മനോഹരമായൊരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. റബ്ബനാ അഫ്രിഗ് അലൈനാ സ്വബ്റ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. എല്ലാ ദുആയും സ്വീകരിക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത്, അവിടുത്തെ മദ്ഹ് ഏറ്റവും പ്രത്യേകതയുള്ള സംഗതിയാണ്. ഏത് ദുആ നിങ്ങൾ ചെയ്യുമ്പോഴും അവിടുത്തെ സ്വലാത്തോ അവിടുത്തെ മദ്ഹ് ഉണ്ടെങ്കിൽ ആ മദ്ഹ് അല്ലാഹുക്ക് ഇഷ്ടം. ആ മദ്ഹ് എന്തായാലും സ്വീകരിക്കുമ്പോൾ അക്കൂട്ടത്തിൽ നമ്മുടെ ദുആയും അല്ലാഹു സ്വീകരിക്കൂലേ. بشهر ربيع قد بدا نوره الأعلى فيا حبذا بدر بذاك الحمى يجلى. الله الله. ഇത് നോക്കി ചൊല്ലാൻ അറിയാത്തവരാണെങ്കിൽ ജവാബ് മനസ്സറിഞ്ഞ് ചൊല്ല കേട്ടോ. അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അലൈഹി തവക്കലു أنارت به الأكوان شرقا ومغربا وأهل السماء قالوا له مرحبا أهلا. الله 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 عليه توكلوا وألبس ثوب النور عزا ورفعة فما مثله في خلعة الحسن يستجلى. الله 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 عليه توكلوا. ولما رآه البدر حار لحسنه وشاهد منه بهجة تسلب العقل. الله 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 عليه توكلوا. وأطفئ نور الشمس من نور وجهه فلله ما أبهى ولله ما أحلى. الله
അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അലൈഹി തവക്കലു يا مولد المختار جدت شوقنا إلى خير مبعوث جليل حاوى الفضل صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية وسعدا مقيما بافتخار بمولدي له خبر عن حسنه أبدا يتلى صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية سألنا إله العرش يرحمنا به ويغفر لنا ذنبا ويجمع به الشمل صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية عليه صلاة الله هي محبة الصبا وما سار حاد بنياقي إلى المعنى صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടത്തിന് ഈ സദസ്സ് അള്ളാഹു ഒരു കാരണമാക്കട്ടെ. ഒരുപാട് സങ്കടങ്ങൾ പലരും കമന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ സങ്കടങ്ങളും അള്ളാഹു തീർത്ത് തരട്ടെ. എല്ലാ വിഷമതകളും അള്ളാഹു നീക്കട്ടെ. മനസ്സറിഞ്ഞുകൊണ്ട് ആമീൻ പറയാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറാഹിമായ കരുണക്കടലായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. വല്ല അദബുകേടുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ പുറത്തു നൽകണേ അല്ലാഹ്. ഇതിന്റെ മിസ്ല് സവാബ് ആരംഭപ്പൂവായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കൈകൾ നീ തട്ടിക്കളയല്ലേ അല്ലാഹ്. നീ തടഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല അല്ലാഹ്. ഈ പരിശുദ്ധ മാസത്തിന്റെ പോരിശ ലഭിക്കുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. ഈ പരിശുദ്ധ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് പാപങ്ങളെല്ലാം കഴുകിക്കളയണേ അല്ലാഹ്. മനസ്സമാധാനം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഭർത്താവ് മദ്യപിക്കുന്നു എന്ന സങ്കടം പറഞ്ഞവരുണ്ട്, നീ നന്നാക്കണേ അല്ലാഹ്. നേർവഴി കാണിക്കണേ അല്ലാഹ്. മക്കൾ വഴികേടിലാണെന്ന് പറഞ്ഞവരുണ്ട്, ഞങ്ങളെല്ലാവരുടെയും സന്താനങ്ങളെയും നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ കൊടുക്കണേ അല്ലാഹ്. എത്രയെത്ര അസുഖബാധിതരുണ്ട്, നീ പരിപൂർണ ശിഫ നൽകണേ അല്ലാഹ്. മാരക രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. മാരക രോഗങ്ങളിൽ നിന്ന് കാവലേകണേ അല്ലാഹ്. യാ ഷാഫി യാ അല്ലാഹ്, യാ ഷാഫി യാ അല്ലാഹ്. ഷാഫിയായ റബ്ബേ, മാരക രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഖൽബ് നന്നാക്കണേ അല്ലാഹ്. സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പൊന്നുമക്കളിൽ പലരും പലവിധ പരീക്ഷകൾ എഴുതിയവരാണ്. ഉന്നത വിജയം നൽകണേ അല്ലാഹ്. ശോഭന ഭാവി നൽകണേ അല്ലാഹ്. പ്രവാസ ലോകത്തുള്ളവർക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ഖൈറായ തൊഴിൽ നൽകണേ അല്ലാഹ്. വീടില്ലാത്തവരുണ്ട്, വീട് സംബന്ധിയായി പലവിധ സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട്. ഖൈറായ ഭവനം നീ എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. യാ റബ്ബനാ യാ റബ്ബനാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ ആരെല്ലാം ഞങ്ങളിൽ
നിന്ന് മരിച്ചു പോയിട്ടുണ്ടോ ഖബറിടം നീ വെളിച്ചമാക്കണേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണേ അല്ലാ. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. കുഞ്ഞുങ്ങളെ യതീമാക്കല്ലേ അല്ലാ. കുഞ്ഞുങ്ങളെ മയ്യത്ത് കാണേണ്ട ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിൽ നൽകണേ അല്ലാ. റബ്ബനാ تقبل منا إنك أنت السميع العليم. آمين آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. والسلام عليكم ورحمة الله وبركاته.